ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ടിപ്പാണ് ഇവിടെ പറയാൻ പോകുന്നത്. എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എന്നാൽ എന്താണ്? എമർജൻസി ഫണ്ട് എന്നാൽ നമ്മുടെ വളരെ അത്യാവശ്യം വരുന്ന സമയത്ത് ആവശ്യം വരുന്നതാണ് ഈ എമർജൻസി ഫണ്ട് എന്ന്. എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമുക്ക് ജോലി നഷ്ടപ്പെടുകയോ അതുമല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലോസ്, ഹ്യൂജ് എമൗണ്ട് ലോസ് വരികയോ അതുമല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എന്തെങ്കിലും വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് നമുക്ക് ഒരു ഫണ്ട് ആവശ്യം വരും. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യേണ്ടത്. എത്ര എമൗണ്ട് കീപ്പ് ചെയ്യണം? വളരെ എളുപ്പമാണ്. 6 മാസം മുതൽ 12 മാസം വരെയുള്ള ചിലവിൻ്റെ പൈസ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ എമർജൻസി ഫണ്ടിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. എങ്ങനെ നമ്മുടെ എമർജൻസി ഫണ്ട് സ്റ്റാർട്ട് ചെയ്യണം? നമ്മുടെ ഇൻകം അക്കൗണ്ടിൽ നിന്നും അഥവാ നമ്മുടെ സാലറി അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇൻകം അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ഓട്ടോ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് നമ്മൾ എല്ലാ മാസവും മാറ്റുക. അങ്ങനെ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യുക നമ്മുടെ എമർജൻസി ഫണ്ടിന് വേണ്ടി. ഈ എമർജൻസി ഫണ്ട് അത് എമർജൻസി ഫണ്ടിലേക്ക് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ അത് എവിടെ കീപ്പ് ചെയ്യണമെന്നാണ്. ബ്രേക്കബിൾ FDയിലോ അതും അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് സമയത്ത് വേണമെങ്കിൽ നമ്മുടെ ബാങ്കിലോട്ട് അത് വരുത്താൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.